Hello all. Once again, welcome to Once. In module 3 in the practice session. So let's get started. First question. If total current in a circuit is I is equal to I1 plus I2, where I1 is 5 plus or minus 0.5 and I2 is 10 plus or minus 1 ampere, then percentage error in the total current will be. അല്ലെ, പെർസെൻറ്റേജ് എറർ ആണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ അറിഞ്ഞ് ഇരിക്കണം? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ സംഭവിക്കുമ്പോൾ അബ്സല്യൂട്ട് എറർ ആഡ് ആവും അല്ലെ. അബ്സല്യൂട്ട് എറേഴ്സ് ആർ ആഡഡ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ സംഭവിക്കുമ്പോൾ percentage errors are added. Okay. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ it is addition അല്ലേ, I1 plus I2. അപ്പോൾ ഇതിന്റെ absolute values എന്തായിരിക്കും? Absolute values will be 5 plus 10 which is equal to 15 ampere. And error എന്തായിരിക്കും? Error of I will be equal to error of I1 plus error of I2. What is error of I1? It is 0.5 and I2 it is 1 ampere. So 0.5 plus 1 which will be equal to 1.5 ampere. So endavum percentage error? It will be error by absolute value into 100. So error is 1.5 by absolute value 15 into 100. So it will be 10%. Okay, so this will be 10%. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു കേസ് വരെ ആണെങ്കിലോ, ലൈക്ക് calculation of power അല്ലെ. What is power? Power is P is equal to V into I. ഇവിടെ എന്താ സംഭവിക്കുന്നത്? Here it is multiplication. Assume V is equal to 50 plus or minus 0.5. I is equal to 100 plus or minus 1. അല്ലെ. അപ്പോൾ absolute value we know P is equal to VI 50 into 100. It will be 5000. പക്ഷെ എറർ എന്തായിരിക്കും? എറർ നിങ്ങൾക്ക് കാണണമെങ്കിൽ you have to first find out percentage error അല്ലെ. അപ്പോൾ percentage error of V it will be അല്ലെ 0.5 by 50. 0.5 by 50 into 100. അപ്പോൾ അത് 50 to 0.5 into 2 equal to 1%. അതുപോലെ percentage error in I will be 1 by 100 into 100. Again this will be 1%. So percentage error in P will be equal to percentage error in voltage plus percentage error in current. So this will be 1 plus 1. So there will be a 2% error in the calculation of power, or you can say power is 5000 plus or minus 2%. Okay. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. Addition and subtraction ന്റെ കേസിൽ how the errors are added. Moving on to question number 2. എന്താണ് ചോദ്യം? Systematic error of an instrument can be minimized by. അപ്പോൾ ഈ ചോദ്യം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് യു ഹാവ് ടു നോ വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് എറർ അല്ലെ. എത്ര ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്? എറേഴ്സ് we have broadly 3 types of error. First one is gross error. Gross error means errors which are caused by human negligence. അതായത് നമ്മളുടെ അശ്രദ്ധ കാരണം ഉണ്ടാവുന്ന എറേഴ്സ് ആണ് ഗ്രോസ് എറർ. ഈ ഒരു എററിന്റെ പ്രത്യേകത, ഇപ്പോൾ എ എന്ന് പറഞ്ഞ ഒരു ആള് ഒരു റീഡിംഗ് എടുത്താൽ ബി എന്ന് പറഞ്ഞ ഒരാള് റീഡിംഗ് എടുക്കുകയാണെങ്കിൽ ദ റീഡിംഗ് ഓഫ് എ ആൻഡ് ബി വിൽ ബി നോട്ട് സെയിം, ഇറ്റ് വിൽ ബി ഡിഫറെന്റ് അല്ലെ. ഇവര് വരുത്തുന്ന എറേഴ്സ് വേറെ വേറെ ആയിരിക്കും. സോ the reading taken by A and B will be
different. So ഈ ഒരു എററിനെ എങ്ങനെ നമുക്ക് മിനിമൈസ് ചെയ്യാൻ സാധിക്കും? We have to do the experiment very carefully. Okay, we have to do the experiment very carefully. So ഇതാണ് ആദ്യത്തെ എറർ, that is gross error. The second error is systematic error. ഈ systematic error-ൽ we have three types of errors. ആദ്യത്തേത് it is instrumental errors. ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻസ്ട്രുമെന്റ്സിൽ ഉണ്ടാവുന്ന വിയർ ആൻഡ് ടിയർ, ഏജിങ്, ഈ ഇഷ്യൂസ് ഒക്കെ കൊണ്ട് ഇൻസ്ട്രുമെന്റ്സിന്റെ കോമ്പോണൻസിൽ ചെറിയ ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പൊ ആ മാറ്റം കാരണം സംഭവിക്കുന്ന എററാണ് എന്ത്? ദേ ആർ കോൾഡ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഇൻസ്ട്രുമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിങ് ഒരുപാട് വർഷം യൂസ് ചെയ്യുമ്പോൾ ആ സ്പ്രിങ്ങിന്റെ സ്പ്രിങ് കോൺസ്റ്റന്റ് ഒക്കെ മാറിപ്പോയിട്ടുണ്ടാവും അല്ലെ? സോ അത് കാരണം ഇൻസ്ട്രുമെന്റ്സിൽ എന്ത് സംഭവിക്കും? ദർ വിൽ ബി ആൻ എറർ. ദാറ്റ് ടൈപ്പ് ഓഫ് എറർ ആർ കോൾഡ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്. ദ നെക്സ്റ്റ് ഈസ് എൻവിറോൺമെന്റൽ എറേഴ്സ്. എൻവിറോൺമെന്റൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ എൻവിറോൺമെന്റിലുള്ള ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി, ഈ കാരണങ്ങളാൽ ഇൻസ്ട്രുമെന്റ്സിൽ മാറ്റങ്ങൾ സംഭവിക്കും അല്ലെ? ടെമ്പറേച്ചർ കാരണം ഇൻസ്ട്രുമെന്റ്സിൽ മാറ്റം വരാം, പ്രഷർ കാരണം ഇൻസ്ട്രുമെന്റ്സിൽ മാറ്റം വരാം. അപ്പോൾ ഈ കാരണം കൊണ്ട് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്ന എറേഴ്സ് ആണ് എൻവിറോൺമെന്റൽ എറേഴ്സ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഒബ്സർവേഷണൽ എറേഴ്സ്. ഒബ്സർവേഷണൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സ്. സി, ഒബ്സർവേഷണൽ എറേഴ്സ് ഈസ് നോട്ട് ഡ്യൂ ടു ഹ്യൂമൻ നെഗ്ലിജൻസ്. ഓക്കെ, ഒബ്സർവേഷണൽ എറർ ഈസ് ഡ്യൂ ടു ഇൻസ്ട്രുമെന്റ്. ഫോർ എക്സാമ്പിൾ, ഇൻസ്ട്രുമെന്റ് സ്കെയിൽ ഒരു ഡിഫോർമേഷൻ സംഭവിക്കുക ആണെങ്കിൽ, സ്കെയിൽ ഡിഫോർമേഷൻ, ഇൻസ്ട്രുമെന്റിൽ ഒരു സ്കെയിൽ ഡിഫോർമേഷൻ സംഭവിക്കുക ആണെങ്കിൽ എ എന്ന ആള് പോയി റീഡിംഗ് എടുത്താലും ബി എന്ന ആള് പോയി റീഡിംഗ് എടുത്താലും ദ റീഡിങ്സ് വിൽ ബി വൺ ആൻഡ് ദ സെയിം. Okay, these errors are not caused by human negligence, but they are caused by instruments. അപ്പോൾ ഇതാണ് നമ്മളുടെ systematic errors. And the third one is random errors. Random errors എന്ന് പറഞ്ഞാൽ they are mainly caused due to noise. Okay, we don't know what is actually causing the error. അപ്പോൾ നമുക്ക് അറിയാത്ത എറേഴ്സ് ആണ് എല്ലാം റാൻഡം എറേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്ന് ടൈപ്സ് ഓഫ് എറേഴ്സ് മെയിൻലി. ഓക്കെ, ഗ്രോസ് എറർ, സിസ്റ്റമാറ്റിക് എറർ ആൻഡ് റാൻഡം എറർ. ഇവിടെ എന്താണ് ചോദ്യം? സിസ്റ്റമാറ്റിക് എറർ ഓഫ് ആൻ ഇൻസ്ട്രുമെന്റ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ. സിസ്റ്റമാറ്റിക് എറേഴ്സിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാം? സെലക്ടിങ് എ പ്രോപ്പർ മെഷറിംഗ് ഡിവൈസ് ഫോർ ദ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ. യെസ്, ഇറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ അല്ലേ? പർട്ടിക്കുലർ ആപ്ലിക്കേഷനുള്ള പ്രോപ്പർ ഡിവൈസ് സെലക്ട് ചെയ്താൽ നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സ് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? കാലിബ്രേറ്റിംഗ് ദ മെഷറിംഗ് ഡിവൈസ് എഗെയിൻസ്റ്റ് എ സ്റ്റാൻഡേർഡ് ഡിവൈസ്. അതെ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിനെ കാലിബ്രേറ്റ് ചെയ്താൽ അതിന്റെ എറേഴ്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ദ തേർഡ് വൺ ഈസ് അപ്ലൈയിങ് കറക്ഷൻ ഫാക്ടർ ഫോർ ചേഞ്ച് ഓഫ് ആംബിയന്റ് കണ്ടീഷൻസ് അല്ലെ? ആംബിയന്റ് കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് കാരണം, ലൈക്ക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് കാരണം നമ്മൾ ഒരു കറക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സിസ്റ്റമാറ്റിക് എറേഴ്സിനെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. സോ എ, ബി, സി ആർ കറക്റ്റ്. സോ ദ കറക്റ്റ് ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ നമ്പർ ഡി, all of the above. Okay, so എറേഴ്സിനെ പറ്റിയുള്ള ഒരു ബേസിക് ധാരണ, you have got a basic information about errors. Third question, in an LPF wattmeter compensating coil is employed in order to. എന്തിനാണ് നമ്മൾ കോമ്പൻസേറ്റിംഗ് കോയിൽസ് യൂസ് ചെയ്യുന്നത്? എവിടെ? LPF wattmeter. Okay, first we will see a basic idea about a wattmeter. We know what is a PMMC meter. ഒരു PMMC മീറ്ററിൽ we have permanent magnet അല്ലേ?
എന്തുണ്ട്? വി ഹാവ് പെർമനന്റ് മാഗ്നറ്റ്. ഒരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. ആൻഡ് ഇൻ ദ സെന്റർ വി ഹാവ് എ കോയിൽ. ഈ കോയിലിലേക്ക് വി ഗീവ് എ കറന്റ് ഐ, അല്ലെ? സോ ദ കറന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ പ്രൊഡ്യൂസ് എ ഫോഴ്സ്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഇറ്റ് ഈസ് F ഈക്വൽ ടു BIL സൈൻ തീറ്റ, or just F is equal to BIL. ഇവിടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു AC സപ്ലൈ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ F ഈക്വൽ ടു B പ്ലസ് IL, അല്ലെ? ഐന്റെ വാല്യൂ എന്താണ്? പോസിറ്റീവ്, ഇൻ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ആണെങ്കിലോ ഇറ്റ് വിൽ ബി F ഈക്വൽ ടു B മൈനസ് I ഇൻറ്റു L, അല്ലെ? അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇറ്റ് ഈസ് ഗിവിങ് എ പോസിറ്റീവ് ടോർക്ക്, ആൻഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇറ്റ് ഈസ് ഗിവിങ് എ നെഗറ്റീവ് ടോർക്ക്. അതായത് AC സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ PMMC വിൽ ഗിവ് യു എ ബൈ ഡയറക്ഷണൽ ടോർക്ക്. Okay, so we say PMMC is used only for DC supply, അല്ലെ? DC സപ്ലൈയിൽ മാത്രമേ നമുക്ക് PMMC യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് AC സപ്ലൈയിലും കൂടെ യൂസ് ചെയ്യണമെങ്കിൽ what we use an electrodynamometer. എന്താണ് വ്യത്യാസം? PMMCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പെർമനന്റ് മാഗ്നറ്റിന് പകരം there we use an electromagnet. See, here we have a coil and here we use an electromagnet. Okay, അപ്പോൾ ഇതെന്തായി? ഫിക്സ്ഡ് കോയിൽ ആൻഡ് ദിസ് ഈസ് മൂവിങ് കോയിൽ. ഇവിടെ നോക്കൂ, F ഈക്വൽ ടു BIL ആണെങ്കിൽ ഫോർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ F ഈക്വൽ ടു, ഇവിടെ ബിന്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ കറന്റ് ഡയറക്ഷൻ, അല്ലെ? നേരത്തെ എന്തായിരുന്നു? B വാസ് പെർമനന്റ് മാഗ്നറ്റ്, സോ ബിന്റെ ഡയറക്ഷൻ ഇറ്റ് ഈസ് ഫിക്സ്ഡ്. ഇവിടെ ബിന്റെ ഡയറക്ഷൻ ഫിക്സ് അല്ല, ഇറ്റ് ഈസ് ഡിപെൻഡന്റ് ഓൺ കറന്റ് ഡയറക്ഷൻ. So in positive half cycle എന്താണ്? Both B and I will be positive. So the net torque will be positive. ഇനി negative half cycle ആണെങ്കിൽ B will be negative because of this, അല്ലെ? B will be negative and I also will be negative. So negative into negative, again this will give a positive value. അതായത് ഇലക്ട്രോഡൈനാമോമീറ്ററിൽ യു ആർ ഗെറ്റിംഗ് എ യൂണിഡയറക്ഷണൽ ടോർക്ക് വെൻ യു ആർ ഗിവിംഗ് എൻ AC സപ്ലൈ, അല്ലെ? വെൻ യു ആർ ഗിവിംഗ് എൻ AC സപ്ലൈ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഇലക്ട്രോഡൈനാമോമീറ്ററിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. ഇനി ഇലക്ട്രോഡൈനാമോമീറ്ററിൽ എത്ര കോയിൽ ഉണ്ട്? ദർ ആർ 2 കോയിൽസ്, അല്ലെ? ഫിക്സ്ഡ് കോയിൽ ആൻഡ് മൂവിംഗ് കോയിൽ. ഇത് നമ്മളൊരു അമ്മീറ്റർ ആയിട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇൻ ബോത്ത് ദ കോയിൽസ് കറന്റ് വിൽ ഫ്ലോ. ഓക്കെ, മീൻസ് ബോത്ത് ദ കോയിൽസ് വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ ലോഡ്. ഇതൊരു വോൾട്ട് മീറ്റർ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ദ കോയിൽസ് വിൽ ബി കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്. പക്ഷേ ഇലക്ട്രോഡൈനാമോമീറ്ററിനെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോഡൈനാമോമീറ്റർ is most commonly used as wattmeter. It is most commonly used as wattmeter. അപ്പോൾ വാട്ട്മീറ്ററിൽ ഒരു കോയിലിനെ we have to connect in parallel with the load and the other coil we have to connect in series with the load, അല്ലേ? So there are 2 coils, current coil CC and the next one is pressure coil PC or voltage coil PC. See, ഈ current coilൽ Iന്റെ value is high, അല്ലെ? Current value is high because it is connected in series with the load. So Iന്റെ value high ആയതുകൊണ്ട് തന്നെ here we have to use thick wires
with less number of turns. ഇവിടെ thick wires യൂസ് ചെയ്യുന്ന കാരണം ഈ കറണ്ട് കോയിലിന്റെ വെയിറ്റ് എന്തായിരിക്കും? വെയിറ്റ് വിൽ ബി മോർ. അപ്പോൾ ഇതിന്റെ വെയിറ്റ് കൂടുതൽ ആണെങ്കിൽ നമുക്ക് ഇതിനെ മൂവിങ് കോയിൽ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമോ? നോ. സോ വി യൂസ് കറണ്ട് കോയിൽ ആസ് ഫിക്സ്ഡ് കോയിൽ. Why? Because weight is more. Why weight is more? Because we are using thick wires here. The next one is pressure coil. PC, pressure coil. ഇവിടെ എന്താണ്? ഐന്റെ വാല്യൂ ലോ ആണ്. ഇവിടെ we use thin wires with large number of turns. Why large number of turns? അതായത് ഇവിടെ വോൾട്ടേജ് എന്താണ്? വോൾട്ടേജ് ഹൈ ആണ്. അപ്പോൾ അത്രയും വോൾട്ടേജിനെ പിടിച്ചു നിൽക്കണമെങ്കിൽ വി ഹാവ് ടു യൂസ് ലാർജ് നമ്പർ ഓഫ് ടേൺസ്. സോ PCന്റെ വെയിറ്റ് വിൽ ബി ലെസ് ആസ് കമ്പയർഡ് ടു കറണ്ട് കോയിൽ. സോ വെയിറ്റ് ലെസ് ആയതുകൊണ്ട് തന്നെ PC ഈസ് യൂസ്ഡ് ആസ് മൂവിങ് കോയിൽ. ഓക്കെ, സോ ഇതും വരാൻ സാധ്യത ഉള്ള ഒരു ചോദ്യമാണ്. Current coil is used as fixed coil and pressure coil is used as moving coil. Okay. ഇനി ഈ ഇലക്ട്രോ ഡൈനാമോമീറ്റർ വാട്ട് മീറ്റർ ആയിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുമ്പോൾ current coil is connected in series. Pressure coil ne we can connect it in two ways, അല്ലേ? Either like this or like this. So we have two types of connection. ഇതില് നോക്കുക, ഈ ഒരു ലോഡിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ലെറ്റ് ഇറ്റ് ബി I. ഓക്കെ, ഈ സെയിം കറണ്ട് ആണ് ഏതിൽ കൂടെയും പാസ് ചെയ്യുന്നത്? കറണ്ട് കോയിലൂടെയും പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ കറണ്ട് കോയിൽ മെഷർ ചെയ്യുന്നത് ലോഡിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ആണ്. ഇനി പ്രഷർ കോയിൽ ശരിക്ക് ഏത് വോൾട്ടേജ് ആണ് മെഷർ ചെയ്യേണ്ടത്? ലോഡിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് പ്രഷർ കോയിൽ ശരിക്കും മെഷർ ചെയ്യേണ്ടത്. പക്ഷെ പ്രഷർ കോയിൽ ഇവിടെ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ഏതാണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് വോൾട്ടേജ് അക്രോസ് കറണ്ട് കോയിൽ ആൻഡ് ലോഡ്. ഈ രണ്ട് വോൾട്ടേജിന്റെ കൂടെ സം ആയിരിക്കും ഇവിടെ പ്രഷർ കോയിൽ മെഷർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ കറണ്ട് കോയിൽ കാരണം ഓർ ഈ കറണ്ട് കോയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കാരണം പ്രഷർ കോയിലുള്ള വോൾട്ടേജ് ഈസ് different and therefore we have an error here. Or in short you can say error is always caused by ഈ ലോഡിനോട് ഏതാണോ അടുത്ത് that will be causing the error. ഇവിടെ ലോഡിനോട് അടുത്ത് ഏതാണ്? ഇറ്റ് ഈസ് കറണ്ട് കോയിൽ. സോ കറണ്ട് കോയിൽ ആണ് ഇവിടെ എറർ കോസ് ചെയ്യുന്നത്. ഇവിടെ ലോഡിനോട് അടുത്ത് ഏതാണ്? ഇറ്റ് ഈസ് പ്രഷർ കോയിൽ. സോ പ്രഷർ കോയിൽ ആണ് ഇവിടെ എറർ കോസ് ചെയ്യുന്നത്. എങ്ങനെ? the current through the load is I. Current through pressure coil, let it be IPC. So what is the current through current coil? It is I plus IPC. പക്ഷെ ശരിക്ക് കറണ്ട് കോയിലൂടെ എന്ത് മാത്രമേ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂമായിരുന്നു? I കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ ഈ കണക്ഷനിൽ ദ എറർ ഈസ് ഡ്യൂ ടു കറണ്ട് കോയിൽ, അല്ലെ? കറണ്ട് കാരണമാണ് എറർ. So this connection we use for low current application. And second we use for high current application. Okay. ഇനി ഈ വാട്ട് മീറ്ററിൽ യൂസ് ചെയ്യുന്ന ഒരു കോമ്പൻസേഷൻ ഉണ്ട്. That is, we know watt meter we have a current coil and then we have a pressure coil. ഈ പ്രഷർ കോയിൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരുന്നു. കറന്റ് പ്രഷർ കോയിൽ ഹാസ് ലാർജ് നമ്പർ ഓഫ് ടേൺസ്, അല്ലെ? ഇറ്റ് ഹാസ് ലാർജ് നമ്പർ ഓഫ് ടേൺസ്.
അപ്പൊ ലാർജ് നമ്പർ ഓഫ് ടേൺസ് ഉള്ള കാരണം ഈ പ്രഷർ കോയിലിന്റെ ഇൻഡക്ടൻസ് വാല്യൂ ഈസ് വെരി ഹൈ. ഇൻഡക്ടൻസ് വാല്യൂ എന്താണ്? ഐ ഈസ് വെരി ഹൈ. വി നോ എൽ എന്താണ്? എൽ ഈസ് മ്യൂ എൻ സ്ക്വയർ എ ബൈ എൽ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് കൂടെ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ മടങ്ങാണ് എന്ത്? ഇൻഡക്ടൻസിൽ ഉണ്ടാവുന്ന വർധനവ്. സോ പ്രഷർ കോയിലിന്റെ ഇൻഡക്ടൻസ് വാല്യൂ ഈസ് വെരി ഹൈ. ഈ ഒരു ഇൻഡക്ടൻസ് കാരണം ഈ മീറ്ററിൽ എന്ത് ഉണ്ടാവുന്നുണ്ട്? ഒരു എറർ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ എററിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഏത് എറർ? പ്രഷർ കോയിലുള്ള ഇൻഡക്ടൻസിനെ കൊണ്ടുള്ള എററിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് എ കപ്പാസിറ്റർ. എങ്ങനെ? ഇൻ പാരലൽ വിത്ത് ആർ. Okay, we use a capacitor CP. CP is for compensation of error due to LP. എന്താണ് LP? Inductance of pressure coil. ആ ഇൻഡക്ടൻസിന്റെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് എ കപ്പാസിറ്റർ ഇൻ പാരലൽ വിത്ത് പ്രഷർ കോയിൽ. ഇതാണ് ആദ്യത്തെ കോമ്പൻസേഷൻ. വി ഹാവ് വൺ മോർ കോമ്പൻസേഷൻ, ബട്ട് ദിസ് കോമ്പൻസേഷൻ ഈസ് യൂസ്ഡ് വെൻ വി ഹാവ് എ ലോ പവർ ഫാക്ടർ ലോഡ്. സി, പവർ ഈസ് P is equal to VI cos phi. ഇനി കറണ്ടിന്റെ വാല്യൂ ഹൈ ആണെങ്കിൽ പോലും ഈ കോസ് ഫൈ ഈസ്, ഇഫ് കോസ് ഫൈ ഈസ് വെരി ലോ ഓഫ് ദ ഓർഡർ 0.1 to 0.2, അല്ലെ? കോസ് ഫൈ വെരി ലോ ആണെങ്കിൽ ഈ പവറിന്റെ വാല്യൂ എന്തായി? വെരി ലോ ആയി, അല്ലെ? അതായത് കറണ്ടിന്റെ വാല്യൂ ഹൈ ആയിരുന്നാൽ പോലും സിൻസ് കോസ് ഫൈ ഈസ് ലോ, ഈ പവറിന്റെ വാല്യൂ എന്തായി വരും? ഇറ്റ് വിൽ ബി ലോ. അപ്പോ നമ്മൾ കറണ്ട്, when the value of current is high, we use this type of connection, അല്ലേ? when the value of current is high. പക്ഷേ ഇവിടെ കറണ്ടിന്റെ വാല്യൂ ഹൈ ആണെങ്കിൽ കൂടി ബിക്കോസ് ഓഫ് ലോ പവർ ഫാക്ടർ എന്ത്? ഈ പവറിന്റെ വാല്യൂ ഈസ് ലോ. അപ്പോൾ ഈ പവറിന്റെ വാല്യൂ ലോ ആയ കാരണം ഈ പ്രഷർ കോയിലിൽ ഉണ്ടാക്കുന്ന എറർ that will be very much significant, അല്ലെ? that will be very much significant. എന്താണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? that is, ഒരു 100 വാട്ട് മെഷർ ചെയ്യുമ്പോൾ നമുക്കൊരു 0.1 വാട്ടിന്റെ എറർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. സോ ദാറ്റ് ഈസ് ഓക്കെ. അത് ഭയങ്കര വലിയൊരു എറർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു 1 വാട്ട് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒരു 0.1 വാട്ടിന്റെ എറർ സംഭവിക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ വെരി സിഗ്നിഫിക്കന്റ് എറർ, അല്ലെ? ദിസ് ഈസ് എ വെരി സിഗ്നിഫിക്കന്റ് എറർ ആൻഡ് വി ഹാവ് ടു കോമ്പൻസേറ്റ് ഇറ്റ്. ഇവിടെ ഞാൻ നേരത്തെ പറയണ്ടായി, എറർ വിൽ ബി ഓൾവേസ് വിത്ത് ദ കോയിൽ ദാറ്റ് ഈസ് ക്ലോസ് ടു ദ ലോഡ്. എറർ ഇവിടെ എന്താണ്? പ്രഷർ കോയിൽ കാരണമാണ് എറർ ഉണ്ടാവുക. അതായത് ഈ പ്രഷർ കോയിൽ റീഡ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി എക്സാക്ട്ലി ദ സെയിം വോൾട്ടേജ് ആസ് ലോഡ്. ഇനി ഈ ലോഡ് കറണ്ട് ഐ, ഈ പ്രഷർ കോയിലുള്ള കറണ്ട് IPC. സോ ഈ കറണ്ട് കോയിലുള്ള കറണ്ട് എന്തായി? ഇറ്റ് ഹാസ് ബിക്കം I plus IPC, അല്ലെ? ഇറ്റ് ഹാസ് ബിക്കം I plus IPC. അതായത് ശരിക്ക് ഈ കറണ്ട് കോയിൽ എന്ത് ആയിരുന്നു റീഡ് ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് റീഡ് ഓൺലി I, അല്ലെ? I ആണ് ദ കറണ്ട് പാസിംഗ് ത്രൂ ദ ലോഡ്. പക്ഷെ അത് എന്താണ് റീഡ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റീഡിങ് I plus IPC. അപ്പൊ ഈ എറർ ആര് കാരണമാണ് സംഭവിച്ചത്? ഡ്യൂ ടു IPC. IPC മീൻസ് പ്രഷർ കോയിൽ. അപ്പൊ ഈ ഒരു എററിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, this is the current coil, this is the load. ഇത് നമ്മുടെ പ്രഷർ കോയിൽ. ഈ പ്രഷർ കോയിലിനെ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ,
കറണ്ട് കോയിലിന്റെ മുകളിൽ കൂടെ നമ്മൾ ഇതിനൊന്ന് ചുറ്റി എടുത്തിട്ട് കണക്ട് ചെയ്യും, ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ നോക്കുക, ശരിക്ക് കറണ്ട് കോയിലിൽ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് I പ്ലസ് IPC അല്ലെ? I പ്ലസ് IPC. അത് ഏത് ഡയറക്ഷനിലാണ്? ഇറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ, I പ്ലസ് IPC. പക്ഷെ നമ്മൾ പ്രഷർ കോയിലിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് IPC. ആൻഡ് അതിന്റെ ഡയറക്ഷൻ നോക്കുക, ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ? ഈ കറണ്ട് കോയിലിൽ ഉള്ള ഡയറക്ഷൻ ഇറ്റ് വാസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പക്ഷെ ഈ ഒരു കണക്ഷനിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോ ദർ ഈസ് എ കറണ്ട് ഓഫ് IPC ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. സോ ലെഫ്റ്റ് ടു റൈറ്റും ഒരു IPC ഉണ്ട്, റൈറ്റ് ടു ലെഫ്റ്റും ഒരു IPC ഉണ്ട്. സോ ഈ രണ്ട് IPC കാരണം ഇവർ തമ്മിലുള്ള ഫ്ലക്സ് എന്തായി പോകും? ദേ ക്യാൻസൽ ഔട്ട്. Okay, so we can say the flux produced by the current coil will be proportional to current passing through the load. ആ IPC കാരണമുള്ള എററിനെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? We have compensated. അപ്പോൾ ഇവിടെ എന്താണ്? Compensating coil is provided with current coil അല്ലെ? Compensating coil is provided with current coil to compensate power loss in pressure coil. അത് ഞാനിവിടെ എഴുതി വെക്കാം. Compensating coil is provided with current coil to compensate error due to pressure coil. Okay, അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം? ഇറ്റ് ഈസ് ഇൻ LPF വാട്ട് മീറ്റർ. അതായത് ഈ ഏരിയ ആണ് ചോദ്യം. ഇൻ LPF വാട്ട് മീറ്റർ. ഇതാണ് നമ്മളുടെ LPF വാട്ട് മീറ്റർ. In LPF watt meter, compensating coil is employed in order to: option A, neutralize the capacitance effect of current coil. We know alla. Option B, compensate for inductance of pressure coil. It is also wrong. Option C, compensate for the error caused by power loss in the pressure coil. This is the correct answer. Alle? പ്രഷർ കോയിലുള്ള പവർ ലോസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കറണ്ട് കോയിലിന്റെ മുകളിൽ കൂടെ ഒരു പ്രാവശ്യം കൂടെ അതിനെ ചുറ്റിയിട്ട് ആ കറണ്ടിനെ ഈക്വലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സാണ് കോമ്പൻസേറ്റിംഗ് കോയിൽ ഒരു ലോ പവർ വാട്ട് മീറ്ററിൽ നിർവഹിക്കുന്നത്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, സോ ഈ പോയിന്റ്സ് എല്ലാം ഓർത്തിരിക്കുക. Moving on to question number 4. The minimum number of watt meters required to measure 3-phase 3-wire balanced or unbalanced power is. See നോക്കുക, ഒരു 3-phase 3-wire ബാലൻസ്ഡ് സിസ്റ്റം ആയാലും ഒരു 3-phase 4-wire ബാലൻസ്ഡ് സിസ്റ്റം ആയാലും balance system ആയാൽ we need കാരണം എല്ലാ ഫേസിലുള്ള കറണ്ടിന്റെ വാല്യൂ എങ്കിലും ഒരു ഫേസിലുള്ള വാട്ട്മീറ്റർ റീഡിംഗ് കിട്ടുകയാണെങ്കിൽ have to multiply it by 3. ബാലൻസിംഗ് കേസിൽ 1 വാട്ട്മീറ്റർ. ബാലൻസ് ആണെങ്കിൽ 3-phase ആണെങ്കിൽ we need 3-phase balance ആണെങ്കിൽ we need 3 wattmeter. അതായത് അൺബാലൻസ്ഡ് ആണെങ്കിൽ എപ്പോഴും നമ്പർ ഓഫ് വാട്ട് മീറ്റർ എന്തായിരിക്കും?
It will be number of wires minus 1. അല്ലേ? ഇവിടെ 3 wire ആയപ്പോൾ it is 2 watt meter. ഇവിടെ 4 wire ആയപ്പോൾ it is 3 watt meter. അപ്പോൾ ഇവിടെ ചോദ്യം എന്താണ്? It is 3 phase 3 wire. ബാലൻസ്ഡ് ഓർ അൺബാലൻസ്ഡ്? ബാലൻസും ആവാം, അൺബാലൻസും ആവാം. അപ്പോൾ അൺബാലൻസ് ആണെങ്കിൽ വി നീഡ് എ മിനിമം ഓഫ് 2 watt meter, അല്ലേ? വി നീഡ് എ മിനിമം ഓഫ് 2 watt meter for measuring power. So moving on to question number 5. എന്താണ്? Copper shading is employed in energy meter 2. ഒരു എനർജി മീറ്റർ, we know energy meter is an induction type meter, അല്ലേ? എന്താണത്? Induction type meter. Induction type meterൽ we know we have an aluminum disc, അല്ലേ? ഇങ്ങനെ ഒരു aluminum disc ഉണ്ട്. And then okay, ഇവിടെയാണ് assume we have a load here. It is our supply. അപ്പോൾ സപ്ലൈ എന്ന് ഇത് കറണ്ട് കോയിൽ and this is pressure coil. So current coil ne we have to connect it in series. Series we have connected the load. Okay. അതായത് ലോഡിന് സീരീസ് ആയിട്ട് വി ഹാവ് കണക്റ്റഡ് ദ കറണ്ട് കോയിൽ. ഇനി ലോഡിന് പാരലൽ ആയിട്ട് യു ഹാവ് ടു കണക്ട് ദ പ്രഷർ കോയിൽ. ലൈക്ക് ദിസ്. അപ്പോൾ ഈ പ്രഷർ കോയിലിൽ ഉള്ള ടോർക്ക് ∅1, so this torque is ∅2. So the torque will be proportional to F into ∅1 ∅2 sin delta. എന്താണ് sin delta? Delta is the angle between ∅1 and ∅2. Okay, so torque is proportional to F, അല്ലേ? Proportional to F എന്ന് പറയുമ്പോൾ ഇവിടെ F ന്റെ വാല്യൂ 0 ആയാൽ, that is for a DC supply, torque എന്തായിരിക്കും? It will be 0. Therefore we say induction type is used only for AC supply. Okay. ഇനി നെക്സ്റ്റ് കാര്യം, ഇവിടെ സൈൻ ഡെൽറ്റ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ടോർക്ക് എപ്പോൾ ആയിരിക്കും മാക്സിമം ആവുക? വെൻ സൈൻ ഡെൽറ്റ ഈസ് 1. സൈൻ ഡെൽറ്റ എപ്പോഴാണ് 1 ആവുക? വെൻ ഡെൽറ്റ ഈസ് 1. സോറി, വെൻ ഡെൽറ്റ ഈസ് 90. സോ ടോർക്ക് വിൽ ബി മാക്സിമം വെൻ ഡെൽറ്റ ഈസ് 90. ഇവിടെ ഓർത്ത് വെക്കേണ്ട ഇതാണ് നമ്മുടെ അലൂമിനിയം ഡിസ്ക്, ആൻഡ് ഹിയർ വി വിൽ ഹാവ് എ ബ്രേക്ക് മാഗ്നറ്റ്. ഓക്കെ, ഹിയർ വി വിൽ ഹാവ് എ ബ്രേക്ക് മാഗ്നറ്റ്. ഇതാണ് നമ്മുടെ ബ്രേക്ക് മാഗ്നറ്റ്. ഇതാണ് ഒരു ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ. അപ്പൊ ഇവിടെ ആദ്യം ഫസ്റ്റ് പോയിന്റ്, ഈ ടോർക്കിനെ മാക്സിമം ആക്കാൻ we know delta should be 90 degree. Delta means the flux, the angle between flux ∅1 and ∅2. അപ്പോൾ ∅1 and ∅2 ന്റെ ആംഗിൾ 90 ഡിഗ്രി ആക്കണമെങ്കിൽ what we can do is ഒരു കോയിലിനെ we can make it as inductive as possible. അപ്പോൾ ഈ ഡെൽറ്റനെ 90 ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രഷർ കോയിലിനെ we make it as inductive. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാഗ് അഡ്ജസ്റ്റ്മെന്റ്. എന്താണത്? ലാഗ് അഡ്ജസ്റ്റ്മെന്റ്. എന്തിനാണ് ലാഗ് അഡ്ജസ്റ്റ്മെന്റ്? ദ ആംഗിൾ ബിറ്റ്വീൻ ഫ്ലക്സ് ∅1 and ∅2 ഷുഡ് ബി 90. വൈ? ടു ഗെറ്റ് ദ മാക്സിമം ടോർക്ക്. ഇനി എങ്ങനെ ആണ് നമ്മൾ ലാഗ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്?
by using copper shading ring or by using copper shading band. എവിടെ ആണിത് ഉണ്ടാവുക? It will be in the center limb. Okay. ഇതാണെന്ത്? ഇതാണ് കോപ്പർ ഷെയ്ഡിങ് ബാൻഡ് ഓർ കോപ്പർ ഷെയ്ഡിങ് റിംഗ്. എന്തിന് ആണിത്? ടു മേക്ക് പി സി ഇൻഡക്റ്റീവ്. ഓക്കെ, ടു മേക്ക് പി സി ഇൻഡക്റ്റീവ്. സി, നമ്മൾ നേരത്തെ പഠിച്ച ഇലക്ട്രോ ഡൈനാമോമീറ്ററിൽ നമുക്ക് പി സിനെ ഇൻഡക്റ്റീവ് നമുക്ക് വേണ്ടായിരുന്നു. നമുക്ക് പി സിനെ എന്ത് ആയിട്ട് ആണ് വേണ്ടത്? വി വാണ്ട് ഇറ്റ് ആസ് റെസിസ്റ്റീവ് അല്ലെ? ഇലക്ട്രോ ഡൈനാമോമീറ്ററിൽ ഈ പി സി കാരണമുള്ള ഇൻഡക്റ്റൻസ് കൊണ്ട് നമുക്ക് അവിടെ എറർ ഉണ്ടായിട്ടുണ്ട്. സോ ആ എററിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു കപ്പാസിറ്റൻസ് വെച്ചത്. പക്ഷെ ഇൻഡക്ഷൻ ടൈപ്പിൽ ദ കേസ് ഈസ് ജസ്റ്റ് ഉൾട്ട. ഇൻഡക്ഷൻ ടൈപ്പിൽ വി വാണ്ട് പി സി ടു ബി ആസ് ഇൻഡക്റ്റീവ് ആസ് പോസിബിൾ. അപ്പോൾ അതിനെ കൂടുതൽ ഇൻഡക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് എന്ത്? കോപ്പർ ഷെയ്ഡിങ് റിംഗ് ഓർ കോപ്പർ ഷെയ്ഡിങ് ബാൻഡ്. ഓക്കെ, ഇനി സെക്കൻഡ് തിങ് ഈസ് പവറിന്റെ വാല്യൂ വെരി ലോ ആയിരിക്കുമ്പോൾ ഓർ വെൻ ദ എനർജി ഈസ് വെരി ലോ, ഇവിടെ എന്തുണ്ട്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട് അല്ലെ? എന്തുണ്ട് ഇവിടെ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അപ്പൊ പവർ ഓർ എനർജിന്റെ വാല്യൂ വളരെ ലോ ആയിരിക്കുമ്പോൾ ആ ലോ ടോർക്കിന് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒഴിവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ എന്ത് ചെയ്യും? വി കോമ്പൻസേറ്റ് ഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കോമ്പൻസേറ്റ് ഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എങ്ങനെയാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്? നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഇവിടെ ഒരു കോപ്പർ കോയിൽ വെച്ചിട്ടാണ് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് വെക്കുന്നത്? ഒരു കോപ്പർ കോയിൽ. Let it be a coil. അപ്പോ ഈ കോപ്പർ കോയിൽ കാരണം ഉണ്ടാവുന്ന ഫൈയും ഈ ലെഗ് കാരണം ഉണ്ടാവുന്ന ഫൈയും എന്തായി? വേറെ വേറെയായി. സോ ദർ ഈസ് എ സ്ലൈറ്റ് ടോർക്ക് ഹിയർ. ഈ സെയിം കൺസെപ്റ്റ് ആണ് എവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇൻ സിംഗിൾ ഫേസ് ഷെയ്ഡഡ് പോൾ മോട്ടറിൽ അല്ലെ? ഷെയ്ഡഡ് പോൾ മോട്ടറിൽ നമ്മൾ ഒരു ഭാഗം ഷെയ്ഡ് ചെയ്തിട്ട് വെക്കും, മറ്റേ ഭാഗം ആസ് യൂഷ്വലി വെക്കും. സോ ദർ വിൽ ബി എ സ്ലൈറ്റ് ടോർക്ക്. ആ ടോർക്കിന്റെ ഡയറക്ഷൻ ഇറ്റ് വിൽ ബി ഫ്രം അൺഷെയ്ഡഡ് പോർഷൻ ടു ഷെയ്ഡഡ് പോർഷൻ. ആ സെയിം കൺസെപ്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ്? ഒരു കോപ്പർ കോയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഷെയ്ഡ് ചെയ്തിട്ട് വെക്കും. എന്തിന്? ടു കോമ്പൻസേറ്റ് ഫോർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, ഇതാണ് സെക്കൻഡ് കോമ്പൻസേഷൻ. ഇനി തേർഡ് വൺ ഈസ് ഈ കോമ്പൻസേഷൻ ഓവർ ആയി പോയാൽ, that means due to over compensation of static friction or voltage across PC അതിന്റെ വാല്യൂ നോർമൽ വാല്യൂനെക്കാട്ടിലും ഹൈ ആയാൽ, or due to mechanical vibrations, എന്ത് സംഭവിക്കാം? അത് ശരിക്ക് കറങ്ങേണ്ട സ്പീഡിനെക്കാട്ടിലും കൂടുതൽ സ്പീഡിൽ കറങ്ങിയേക്കാം. ഓർ എനർജി ഓർ പവറിന്റെ വാല്യൂ 0 ആയാൽ പോലും അതൊരു ചെറിയ സ്പീഡിൽ അത് കറങ്ങിയേക്കാം. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ് ക്രീപ്പിംഗ്. എന്താണിത്? ഇറ്റ് ഈസ് ക്രീപ്പിംഗ്. ഇനി ക്രീപ്പിങ്ങിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വി പുട്ട് 2 ഹോൾസ് ഇൻ അലൂമിനിയം ഡിസ്ക്. ഡയമട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് 2 ഹോൾസ് നമ്മൾ അലൂമിനിയം ഡിസ്കിൽ വെച്ചിട്ടാണ് ഈ ക്രീപ്പിംഗ് എന്ന പ്രോസസ്സിനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻഡക്ഷൻ ടൈപ്പ് മീറ്റർ ഓർ എനർജി മീറ്ററിൽ ഇത്രയും കാര്യം ഓർത്തിരിക്കാം. എന്തായിരുന്നു ചോദ്യം? ഇറ്റ് ഈസ് കോപ്പർ ഷെയ്ഡിംഗ് ഈസ് പ്രൊവൈഡഡ് ഇൻ എനർജി മീറ്റർ ടു bring flux exactly in quadrature with applied voltage, to inverse speed of aluminum disc alla, to count the rotation alla, to balance the system from vibration alla. Correct answer endana?
ഓപ്ഷൻ എ. ബ്രിങ് ഫ്ലക്സ് എക്സാക്ട്ലി ഇൻ ക്വാഡ്രേച്ചർ വിത്ത് അപ്ലൈഡ് വോൾട്ടേജ് അല്ലേ. ഫ്ലക്സിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യിക്കണം. അപ്പൊ ലാഗ് ചെയ്യിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഇൻഡക്റ്റൻസിന്റെ വാല്യൂ ഇറ്റ് ഷുഡ് ബി ഹൈ. അങ്ങനെ ഹൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കോപ്പർ ഷെയ്ഡ്. മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 6. മാച്ച് ദ ഫോളോയിങ്. എന്തൊക്കെയുണ്ട്? വീൻ ബ്രിഡ്ജ്, മാക്സ്വെൽ ബ്രിഡ്ജ്, ഷെറിൻ ബ്രിഡ്ജ്, ആൻഡർസൺ ബ്രിഡ്ജ്. നമ്മൾ ഏറ്റവും ആദ്യം നോക്കേണ്ടത് മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിൽ എന്തൊക്കെയുണ്ട്? വി ഹാവ് ലോ റെസിസ്റ്റൻസ്, മീഡിയം റെസിസ്റ്റൻസ് ആൻഡ് ഹൈ റെസിസ്റ്റൻസ്. Low, it is less than 1 ohm. Medium means in between 1 ohm to 100 kilo ohm. High is greater than 100 kilo ohm. ഇനി മീഡിയം റെസിസ്റ്റൻസ് എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം? ബൈ വോൾട്ട്മീറ്റർ അമ്മീറ്റർ മെത്തേഡ്, ബൈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, or by Carey Foster method. ഇനി ലോ ആർ എങ്ങനെയൊക്കെ നമുക്ക് മെഷർ ചെയ്യാം? ഏറ്റവും ഫേമസ് മെത്തേഡ് ഈസ് ഇറ്റ് ഈസ് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. It is Kelvin's double bridge, or you can also use potentiometer method. ഇനി ഹൈ റെസിസ്റ്റൻസ് വാല്യൂ ആണെങ്കിൽ you have to use loss of charge method. എന്താണ്? You have to use loss of charge method. ഇതാണ് മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. ഇനി മെഷർമെന്റ് ഓഫ് ഇൻഡക്റ്റൻസ് ആണെങ്കിൽ ഇൻഡക്റ്റൻസിലും you have low Q, medium Q and high Q. എന്താണ് Q? Q stands for ക്വാളിറ്റി ഫാക്ടർ അല്ലെ. ഒരു ആർ എൽ സർക്യൂട്ടിന്റെ Q എന്തായിരിക്കും? Q will be ഒമേഗ എൽ ബൈ ആർ. അപ്പോൾ ലോ Q എന്ന് പറയുമ്പോൾ Q value will be less than 1. Here Q value will be between 1 and 10, and high Q Q value will be greater than 10. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ഹൈ Q ആണെങ്കിൽ ഹിയർ വി യൂസ് ഹെയ്സ് ബ്രിഡ്ജ്. ഹൈ എച്ച്, ഹെയ്സിന്റെ എച്ച്. മീഡിയം Q ആണെങ്കിൽ ഹിയർ വി യൂസ് മാക്സ്വെൽസ് ബ്രിഡ്ജ്. ഓക്കെ, രണ്ടും എന്താണ്? ഇറ്റ് ഈസ് വിത്ത് എം. ഇനി ലോ Q ആണെങ്കിൽ ഹിയർ വി യൂസ് ആൻഡർസൺ ബ്രിഡ്ജ്. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ Q, മീഡിയം Q ആൻഡ് ഹൈ Q. And the last one is measurement of capacitance. Capacitance ഏതൊക്കെ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം? ഫസ്റ്റ് വൺ ഈസ് ഡി സൗട്ടീസ് ബ്രിഡ്ജ്. നെക്സ്റ്റ് ഈസ് മോഡിഫൈഡ് ഡി സൗട്ടീസ് ബ്രിഡ്ജ്. തേർഡ് വൺ ഈസ് ഷെറിൻ ബ്രിഡ്ജ്. And the fourth one is Wien bridge. ഈ വീൻ ബ്രിഡ്ജ് it can be used for measurement of capacitance and also for measurement of frequency. ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ സാധിക്കുന്ന ഒരേ ഒരു ബ്രിഡ്ജ് ഏതാണ്? ഇറ്റ് ഈസ് വീൻ ബ്രിഡ്ജ്. സോ അപ്പൊ ഇത്രയും നോളജ് ഉണ്ടെങ്കിൽ യു ക്യാൻ അറ്റൻഡ് ദിസ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് വൺ ഈസ് വെയിൻ ബ്രിഡ്ജ്. വെയിൻ ബ്രിഡ്ജ് എന്താണ്? മെഷർമെന്റ് ഓഫ് ഫ്രീക്വൻസി, നോ ഡൗട്ട്. മാക്സ്വെൽസ് ബ്രിഡ്ജ്. മാക്സ്വെൽസ് ബ്രിഡ്ജ് നമ്മൾ നോക്കിയില്ലേ? എന്താണ്? ലോ Q, ലോ അല്ല, മീഡിയം Q ഇൻഡക്ടൻസ്. മീഡിയം Q ഇൻഡക്ടൻസ് ആണ് മാക്സ്വെൽ ബ്രിഡ്ജ്. സോ ഇറ്റ് ഈസ് മീഡിയം Q ഇൻഡക്ടൻസ്. ഷെറിൻ ബ്രിഡ്ജ് എന്താണ്? ഇറ്റ് ഈസ് മെഷർമെന്റ് ഓഫ് കപ്പാസിറ്റൻസ്. ആൻഡ് ലാസ്റ്റിൽ ആൻഡർസൺ ബ്രിഡ്ജ്, ഇറ്റ് ഈസ് ലോ Q ഇൻഡക്ടൻസ് അല്ലെ. ഇറ്റ് ഈസ് ലോ Q ഇൻഡക്ടൻസ് ഈസ് ആൻഡർസൺസ് ബ്രിഡ്ജ്. Okay,
അപ്പോൾ ഈ classification regarding resistance, inductance and capacitance. This you should know. Next question. What is the range of 3.5 digital meter? എന്താണ് 3.5? എന്താണ് ഇതിന്റെ മീനിങ്? ഇതിന്റെ മീനിങ് ഇവിടെ 3 ഫുൾ സ്കെയിൽ ഡിവിഷൻസ് ഉണ്ട്. 3 ഫുൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ കൗണ്ട് ഫ്രം 0 to 9. അപ്പം മാക്സിമം ഇറ്റ് ഈസ് കൗണ്ട് ഈസ് ഫ്രം 0 to 9. ഇനി ഒരു ഹാഫ് സ്കെയിലും കൂടെ ഉണ്ട് അല്ലേ? ഒരു ഹാഫ് സ്കെയിലും കൂടെ ഉണ്ട്. ഇവിടെ 2 എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 2 represents there are 2 counts. ഏതൊക്കെ? ഇറ്റ് ഈസ് 0 and 1. ആൻഡ് ആ കൗണ്ടിലുള്ള മാക്സിമം കൗണ്ട് ആണ് എന്ത്? ഇറ്റ് ഈസ് 1. മാക്സിമം കൗണ്ട് എന്താണ്? ഇറ്റ് ഈസ് 1. സോ മാക്സിമം ഇറ്റ് ക്യാൻ കൗണ്ട് ഫ്രം 10 to 1999. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി 3 5/6 ആയിരുന്നെങ്കിലോ? there are 3 ഫുൾ സ്കെയിൽ അല്ലേ? 9 9 9. ആൻഡ് ഒരു സ്കെയിലും കൂടെ ഉണ്ട്. ആ സ്കെയിലിന്റെ മാക്സിമം കൗണ്ട് ഈസ് 6. ഇതിന്റെ മാക്സിമം കൗണ്ട് ഈസ് 6. അതായത് ഇറ്റ് ക്യാൻ കൗണ്ട് 6 0 1 2 3 4 5 ഫ്രം 0 to 5 അല്ലെ? 1 2 3 4 5 6. നമ്പർ ഓഫ് കൗണ്ട്സ് എത്രയാണ്? ഇറ്റ് ഈസ് 6. ആൻഡ് മാക്സിമം കൗണ്ടോ? മാക്സിമം കൗണ്ട് ആണ് ഈ ന്യൂമറേറ്ററിലുള്ള 5. സോ ഇവിടെ മാക്സിമം കൗണ്ട് എന്ത് വരും? ഇറ്റ് വിൽ ബി 5999. ഇനി 3 7/8 ആയിരുന്നെങ്കിൽ അല്ലെ? 3 ഫുൾ കൗണ്ട് ആൻഡ് ദർ ഈസ് 1 കൗണ്ട് which has a maximum count of 0 to 8 and it can count maximum up to 7. Okay, so this is how you find out the maximum count or range. ഇവിടെ എന്താണ് ചോദ്യം? what is the range for a 3.5 digital meter? So range will be from 0 to 199. So correct answer will be option A, 0 to 1999. Moving on to question number 8. It is from illumination. If the candela power is 45 candles, then how much flux will be emitted by this source? അപ്പോൾ ഇല്ലുമിനേഷനിൽ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, you have to understand about plane angle and solid angle. എന്താണ് പ്ലെയിൻ ആംഗിൾ? ഇങ്ങനെ, യെസ്, ഇത് R, ഇത് L, this is angle. So plane angle theta will be L/R. ഇനി ഈ തീറ്റന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? മാക്സിമം വാല്യൂ വിൽ ബി വെൻ ദിസ് ആർക്ക് ബിക്കംസ് എ ഫുൾ സർക്കിൾ അല്ലെ? സോ വെൻ ദിസ് ആർക്ക് ബിക്കംസ് എ ഫുൾ സർക്കിൾ, ഈ ലെങ്ത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ സർക്കംഫറൻസ്. സോ വി നോ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഈസ് 2πr. സോ 2πr/r. സോ തീറ്റ മാക്സിമം വിൽ ബി 2π. അതായത് ഒരു പ്ലെയിൻ ആംഗിളിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? ഇറ്റ് ഈസ് 2π. ഇനി ഒരു സോളിഡ് ആംഗിളിലേക്ക് വരികയാണെങ്കിൽ, ഇതാണ് ഒരു സോളിഡ് ആംഗിൾ അല്ലെ? സോളിഡ് ആംഗിൾ ഈസ് represented by omega. So the omega is ഈ ഒരു ഏരിയ, this area, ഇത് റേഡിയസ് r ആണെങ്കിൽ ഏരിയ ബൈ r². ഇതാണ് എന്ത്? സോളിഡ് ആംഗിൾ. ഇനി സോളിഡ് ആംഗിളിന്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? അതിന്റെ മാക്സിമം വാല്യൂ കാണണമെങ്കിൽ ഈ ഏരിയ എന്തായി മാറണം? ഇറ്റ് ഷുഡ് ബിക്കം എ സ്ഫിയർ അല്ലെ? ഇറ്റ് ഷുഡ് ബിക്കം എ സ്ഫിയർ. അപ്പോൾ അതൊരു സ്ഫിയർ ആയി മാറിയാൽ ആ സ്ഫിയറിന്റെ ഏരിയ എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 4πr². സോ omega max will be
4 pi r square by r square, that is 4 pi. So plane angle maximum value it will be 2 pi in the 2 pi and the 2 pi radians. Solid angle maximum value it is 4 pi and then unit it is steradian. Okay, so solid angle unit it is steradian. Ini what is light? Light is nothing but energy radiated from a source. We all know energy radiated from a source which causes vision. ഇവിടെ ഇമ്പോർട്ടന്റ് ഇല്ലുമിനേഷനിൽ ഈ ലൈറ്റിന്റെ യൂണിറ്റ് എന്താണെന്നാണ് യൂണിറ്റ്. സോ വി നോ ലൈറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. സോ ഇതിന്റെ യൂണിറ്റും എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദ യൂണിറ്റ് ഓഫ് എനർജി. സി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ എനർജിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് വാട്ട് ഹവർ അല്ലെ? എന്താണ്? ഇറ്റ് ഈസ് വാട്ട് ഹവർ. അതുപോലെ ഇല്ലൂമിനേഷനില് ലൈറ്റിന്റെ എനർജി ഇറ്റ് ഈസ് ലൂമൻ സെക്കൻഡ്. എന്താണ്? ഇറ്റ് ഈസ് ലൂമൻ സെക്കൻഡ്. ഇറ്റ് ഈസ് സിമിലർ ടു വാട്ട് ഹവർ. ഇറ്റ് ഈസ് ലൂമൻ സെക്കൻഡ്. ഇനി നോക്കേണ്ടത് എന്താണ് ലൂമിനസ് ഫ്ലക്സ് എന്നാണ്. എന്താണ് ലൂമിനസ് ഫ്ലക്സ്? Luminous flux is energy radiated per second. അതായത് എനർജി ബൈ ടൈം. ഇതാണ് എന്ത്? ലൂമിനസ് ഫ്ലക്സ്. അപ്പോ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? എനർജിന്റെ യൂണിറ്റ് വി നോ ഇറ്റ് ഈസ് ലൂമൻ സെക്കൻഡ്. സോ ലൂമൻ സെക്കൻഡ് ബൈ സെക്കൻഡ് അല്ലെ? ലൂമൻ സെക്കൻഡ് ബൈ സെക്കൻഡ്. സോ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ് എന്തായി? യൂണിറ്റ് we got it as lumen അല്ലേ? അതുപോലെ തന്നെ we have one more thing, it is called luminous intensity. എന്താണ് luminous intensity? It is luminous flux by solid angle. അതായത് ഒരു സോളിഡ് ആംഗിളിലൂടെ, ഒരു സ്റ്റെറേഡിയൻ സോളിഡ് ആംഗിളിലൂടെ പാസ് ചെയ്യുന്ന ലൂമിനസ് ഫ്ലക്സ് ആണ് എന്ത്? ലൂമിനസ് ഇന്റൻസിറ്റി. സോ വി നോ ലൂമിനസ് ഫ്ലക്സിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് ലൂമൻ. സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് സ്റ്റെറേഡിയൻ. സോ ലൂമിനസ് ഇന്റൻസിറ്റിന്റെ യൂണിറ്റ് എന്തായി? ഇറ്റ് ഈസ് ലൂമൻ പെർ സ്റ്റെറേഡിയൻ. ദിസ് ഈസ് ഓൾസോ കോൾഡ് കാൻഡല. Okay, so candela is same as lumen per steradian and luminous flux is energy per time. ഇനി ഇവിടെ ഓർത്തു വെക്കേണ്ട ഒരു കാര്യം, ഈ രണ്ട് ക്വാണ്ടിറ്റിയും അതായത് ലൂമിനസ് ഫ്ലക്സും ലൂമിനസ് ഇന്റൻസിറ്റിയും they both represent source. അതായത് we can say luminous flux of a LED lamp, luminous intensity of a sodium vapor lamp, luminous flux of a halogen lamp, luminous intensity of a incandescent lamp. Okay, അതായത് ഈ രണ്ട് ക്വാണ്ടിറ്റിയും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് സോഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്, ഒരിക്കലും ലോഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനല്ല. ലോഡ് എന്ന് വെച്ചാൽ എന്ത്? ഒരു ഫോർ എക്സാമ്പിൾ ഒരു റൂമിലുള്ള ലൂമിനസ് ഫ്ലക്സ് എത്ര ആണ് എന്ന് നമ്മൾ ചോദിക്കില്ല. ഒരു റോട്ടിൽ വീഴുന്ന ലൂമിനസ് ഇന്റൻസിറ്റി എത്രയാണ് എന്ന് നമ്മൾ പറയില്ല. ഈ രണ്ട് ക്വാണ്ടിറ്റിയും നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഫോർ സോഴ്സ്. അങ്ങനെ ആണെങ്കിൽ ലോഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ലോഡ്. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ഇല്ലുമിനേഷൻ. ഫസ്റ്റ് വൺ ഈസ് illumination and the second one is brightness or it is also called luminance. These two represent load. അതായത് ഒരു സ്റ്റഡി ടേബിളിൽ വീഴുന്ന ഇല്ലുമിനേഷൻ എത്ര,
ഒരു റോട്ടിൽ വീഴുന്ന ബ്രൈറ്റ്നസ് എത്ര, ഒരു പ്ലേ ഗ്രൗണ്ടിലുള്ള ഇല്യൂമിനേഷൻ എത്രയാണ്, ഒരു റെയിൽവേ ട്രാക്കിലുള്ള ബ്രൈറ്റ്നസ് എത്രയാണ്. ഈ രണ്ട് ക്വാണ്ടിറ്റീസ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഫോർ ലോഡ്. ഇനി ഈ രണ്ട് ക്വാണ്ടിറ്റീസിന്റെ ഡെഫിനിഷൻ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. എന്താണ് ഇല്യൂമിനേഷൻ? ഇല്യൂമിനേഷൻ ഈസ് ലൂമിനസ് ഫ്ലക്സ് ബൈ ഏരിയ. എന്താണ് ബ്രൈറ്റ്നസ്? ബ്രൈറ്റ്നസ് ഈസ് ലൂമിനസ് ഇന്റൻസിറ്റി ബൈ ഏരിയ. എന്താണ് ഇല്യൂമിനേഷൻ? ഇല്യൂമിനേഷൻ ഈസ് ലൂമിനസ് ഫ്ലക്സ് ബൈ ഏരിയ. എന്താണ് ബ്രൈറ്റ്നസ്? ബ്രൈറ്റ്നസ് ഈസ് ലൂമിനസ് ഇന്റൻസിറ്റി ബൈ ഏരിയ. അങ്ങനെ ആണെങ്കിൽ ഇല്യൂമിനേഷന്റെ യൂണിറ്റ് എന്താണ്? ഫ്ലക്സിന്റെ യൂണിറ്റ് ഇറ്റ് ഈസ് ലൂമൻ, ഏരിയ ഇറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. സോ ഇല്യൂമിനേഷന്റെ യൂണിറ്റ് ഇറ്റ് ഈസ് ലൂമൻ പെർ മീറ്റർ സ്ക്വയർ. ഈ യൂണിറ്റ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലക്സ്. So 1 lux is same as 1 lumen per meter square. അങ്ങനെ ആണെങ്കിൽ ബ്രൈറ്റ്നസിന്റെ യൂണിറ്റ് എന്താണ്? ഇറ്റ് ഈസ് കാൻഡിൽ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓർത്ത് വെക്കുക ആണെങ്കിൽ ദ യൂണിറ്റ്സ് ആൻഡ് ദ ഡെഫിനിഷൻ ആർ വെരി സിമ്പിൾ. ഓക്കെ, ഇതിൽ യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ 4 കാര്യങ്ങൾ നോക്കി അല്ലേ? luminous flux, luminous intensity, both are for source. Then illumination and brightness, they are for load. ഇതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് യു ഹാവ് ടു ഡിവൈഡ് ബൈ ഏരിയ. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ടത് എന്താണ്? ലോസ് ഓഫ് ഇല്യൂമിനേഷൻസ് ആണ് അല്ലേ? ലോസ് ഓഫ് ഇല്യൂമിനേഷൻ വളരെ സിമ്പിൾ ആണ്. ആദ്യത്തെ ലോ എന്താണ്? ഇറ്റ് ഈസ് ഇല്യൂമിനേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലൂമിനസ് ഇന്റൻസിറ്റി. അതായത് ഇഫ് യു ഹാവ് എ പ്ലെയിൻ ലൈക്ക് ദിസ്, ഈ പ്ലെയിനിലേക്ക് ലൈറ്റ് ഇങ്ങനെ വീഴുകയാണെങ്കിൽ ഇല്യൂമിനേഷൻ ഇ ഈസ് ഡയറക്ട്ലി വിൽ ബി ഡയറക്ട്ലി proportional to luminous intensity I. എന്താണ് സെക്കൻഡ് ലോ? ഈ ലൈറ്റ് സോഴ്സും ഈ ലോഡും തമ്മിലുള്ള ദൂരം r ആണെങ്കിൽ E will be inversely proportional to 1 by r square. E will be inversely proportional to 1 by r square. അപ്പോൾ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും തമ്മിൽ നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ E is proportional to I by r square. എന്താണ് E? It is illumination. I is luminous intensity and R is the distance between the source and load. ഇവിടെ നോക്കുക, ഇവിടെ ലൈറ്റ് എന്താണ്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ആറ്റ് പാരലൽ ബീംസ്. ഓക്കെ, പാരലൽ ബീം ആയിട്ടാണ് ഇവിടെ നമ്മൾ ലൈറ്റിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇനി തേർഡ് ലോ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നോക്കി ഈ പ്ലെയിനിലേക്ക് ഡയറക്ട്ലി ലൈറ്റ് വീഴുകയാണെങ്കിൽ I is proportional to E is proportional to I by r square. ഇനി ഈ പ്ലെയിന് കുറച്ച് ഇങ്ങനെ ഇൻക്ലൈൻഡ് ആണെങ്കിൽ, ഓക്കെ, വിത്ത് ആൻ ആംഗിൾ തീറ്റ, ലെറ്റ് ദിസ് ദ ആംഗിൾ തീറ്റ, ഇങ്ങനെ ആണെങ്കിൽ illumination is proportional to I by r square into cos theta. Okay, illumination will be proportional to I by r square into cos theta. അപ്പൊ ഇതാണ് ഇല്യൂമിനേഷന്റെ 3 ലോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയത് എന്താണ്? പാരലൽ ബീംസ് ആണല്ലേ? ഇതൊക്കെ എന്താണ്? പാരലൽ ബീംസ്. ഇനി ഒരു സിംഗിൾ സോഴ്സ് ആണെങ്കിൽ, assume there is a സിംഗിൾ സോഴ്സ്. അപ്പോൾ ഈ സിംഗിൾ സോഴ്സ് നിന്ന് ലൈറ്റ് നേരെ പെർപെൻഡിക്കുലർ ഒരു സ്ഥലത്ത് വീഴാണ് E. അപ്പോൾ അവിടെയുള്ള E വിൽ ബി പ്രൊപ്പോർഷണൽ ടു I by r square, നോ ഡൗട്ട് അല്ലേ? ഇനി അങ്ങനെയല്ല, നമ്മൾ കുറച്ച് മാറിയിട്ടുള്ള പോയിന്റ് ആണ് നോക്കുന്നതെങ്കിൽ E ഡാഷ്.
E dash. So this E dash will be proportional to E into cos cube theta. E dash will be proportional to E into cos cube theta. When there is a single source and light at normal is E and or angle illumination, it will be E cos cube theta. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് ആർട്ടിഫിഷ്യൽ സോഴ്സസ് ഓഫ് ലൈറ്റ്സ് ആണ്. ആർട്ടിഫിഷ്യൽ സോഴ്സസ് ഓഫ് ലൈറ്റ്. ഇതിൽ ഏറ്റവും ഫസ്റ്റ് കാറ്റഗറി ഇറ്റ് ഈസ് ഇൻകാൻഡസെന്റ് ലൈറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വാട്ട് ഈസ് ഇൻകാൻഡസെന്റ് ലൈറ്റ്. എന്താണ് ഇൻകാൻഡസെന്റ് ലൈറ്റ്? അതായത് there will be a filament അല്ലേ? ഈ ഫിലമെന്റിനെ ഇറ്റ് വിൽ ബി ഇൻ എ ചേംബർ ഓഫ് ഇനേർട്ട് ഗ്യാസ്. ഇനി ഈ ഫിലമെന്റിലേക്ക് വി പാസ് എ കറണ്ട് ഐ. അപ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്? I²R എഫക്റ്റ് കാരണം അവിടെ ഒരു ഹീറ്റിംഗ് സംഭവിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഫിലമെന്റ് ചൂടായി ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ആ ഫിലമെന്റിൽ നിന്ന് വിസിബിൾ റേഡിയേഷൻസ് ഓർ ലൈറ്റ് പുറത്തേക്ക് വരും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടെമ്പറേച്ചർ ലൂമിനൻസ്. എന്താണിത്? ടെമ്പറേച്ചർ ലൂമിനൻസ്. ഇവിടെ നമ്മൾ ഫിലമെന്റ് ആയിട്ട് ഏതൊക്കെ എലിമെന്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? We use carbon, tantalum and tungsten. The most commonly used is tungsten. ഇവിടെ halogen lamp, it is also a type of incandescent lamp. Halogen lamp. Okay. അപ്പോൾ ഇതാണ് ആദ്യത്തെ കാറ്റഗറി, that is incandescent lamp. Then the second category is arc lamp. Arc lamp എന്താണ്? രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. ഈ ഇലക്ട്രോഡ്സ് തമ്മിൽ ഒരു പ്രത്യേക വോൾട്ടേജിനെക്കാട്ടിലും വോൾട്ടേജ് കൂടുകയാണെങ്കിൽ there will be a arc. ഇതേ ആർക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹീറ്റിങ്ങിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആർക്ക് ഹീറ്റിംഗ്. ഇതേ ആർക്ക് നമ്മൾ വെൽഡിങ്ങിലും യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആർക്ക് വെൽഡിങ്. ഇനി ഈ ആർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ലാംപ്സിനെ പറയുന്ന പേരാണ് എന്ത്? ദേ ആർ കോൾഡ് ആർക്ക് ലാംപ്സ്. ആർക്ക് ലാമ്പിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഇറ്റ് ഈസ് കാർബൺ ആർക്ക് ലാമ്പ്. Why carbon arc lamp? In carbon arc lamp, carbon electrodes are used. Okay, അപ്പോൾ കാർബൺ ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്ന ലാമ്പാണ് കാർബൺ ആർക്ക് ലാമ്പ്. ആൻഡ് ഇത് എവിടെ ആണ് യൂസ് ചെയ്യുന്നത്? ഇതിന്റെ ആപ്ലിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ സിനിമ പ്രൊജക്ടേഴ്സ്. Okay, they are used in cinema projectors. So that was the third type. And last type is okay, the first one is incandescent lamp, second one is arc lamp, and the third one is endana? It is gaseous discharge lamp. എന്താണ് gaseous discharge lamp? ഇവിടെ there are two types, first type and second type. See, first ടൈപ്പിൽ നമ്മളൊരു ഗ്യാസ് ചേംബർ എടുത്തിട്ട് ഇതിന്റെ അകത്ത് we fill some kind of gases. Okay, and by using two electrodes we give a voltage. Voltage plus minus V. അപ്പോൾ വോൾട്ടേജിന്റെ വാല്യൂ വളരെ ഹൈ ആകുമ്പോൾ ഈ ഗ്യാസസ് they start to conduct electricity. Gases starts to conduct electricity, or you can say ഈ gases atoms or gases electrons they collide with each other. അപ്പോൾ അങ്ങനെ കൊളിഷൻ സംഭവിക്കുമ്പോൾ
അവിടെ എന്തുണ്ട്? അവിടെ ഒരു എനർജി റിലീസ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ എനർജി റിലീസ് ചെയ്യുന്ന ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ വേവ് ലെങ്ത് വിസിബിൾ റേസും ആയിട്ട് മാച്ച് ചെയ്യുകയാണെങ്കിൽ വിസേ ഇതിൽ നിന്നിട്ട് എന്ത് പുറത്തേക്ക് വരുന്നുണ്ട്? ലൈറ്റ് ഈസ് കമ്മിങ് ഔട്ട്. എങ്ങനെയാണ് ഈ ലൈറ്റ് വരുന്നത്? ഈ ഗ്യാസ് കറണ്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ ഗ്യാസ് ആറ്റംസ് ഓർ ഗ്യാസ് ഇലക്ട്രോൺസ് കൊളൈഡ് ചെയ്യുമ്പോൾ ആ എനർജി റിലീസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ്. അപ്പോൾ ഇവിടെ കോമൺലി യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതൊക്കെ ആണ്? വി യൂസ് നിയോൺ ഗ്യാസ്, വി യൂസ് മെർക്യൂറി we use neon vapor lamps, we use mercury vapor lamps, and then we use sodium vapor lamps. Okay, neon vapor lamps in the color, it will be red color. Mercury vapor lamp, it will be bluish, and sodium vapor lamp, it will be yellow in color. നിയോൺ വേപ്പർ ലാമ്പിന്റെ ആപ്ലിക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ അഡ്വർടൈസിങ്. ഈ നിയോൺ വേപ്പർ ലാമ്പ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വി നീഡ് എ ഹൈ വോൾട്ടേജ്. ഒരു ട്രാൻസ്ഫോമർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൈ വോൾട്ടേജ് അറ്റൈൻ ചെയ്യുന്നത്. ഇനി മെർക്കുറി വേപ്പർ ലാമ്പിന്റെ ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്റ്റോർസ്, യാർഡ്സ് എക്സെട്ര. സോഡിയം വേപ്പർ ലാമ്പിന്റെ ആപ്ലിക്കേഷൻ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്ട്രീറ്റ് ലൈറ്റ്സ്. Okay, so ഇതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് gaseous discharge lamps. The second category, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇവിടെ നോ ഡൗട്ട് ഗ്യാസസ് ഉണ്ട്, പക്ഷേ ഇവിടെ ഈ ട്യൂബിന്റെ ഇൻസൈഡിൽ വി ഗിവ് എ ഫോസ്ഫർ കോട്ടിംഗ്. ഇതിന്റെ അകത്ത് എന്താണ്? വി ഗിവ് എ ഫോസ്ഫർ കോട്ടിംഗ്. എന്താണത്? ഇറ്റ് ഈസ് ഫോസ്ഫർ കോട്ടിംഗ്. ഈ ഫോസ്ഫർ കോട്ടിങ്ങിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇറ്റ് ഈസ് ഫ്ലൂറസെന്റ് ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ഫ്ലൂറസെന്റ് ഇൻ നേച്ചർ. അതായത് നമ്മൾ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഈ ഗ്യാസസ് തമ്മിൽ കൊളൈഡ് ചെയ്തിട്ട് they will release an energy. പക്ഷെ ഇവിടെ അവർ റിലീസ് ചെയ്യുന്നത് that will be in the form of UV radiations. ഇനി ഈ UV radiations ഫോസ്ഫർ കോട്ടിങ്ങിൽ തട്ട് ആണെങ്കിൽ they will have a effect of fluorescence and they will give light. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ബൾബിനെ പറയുന്ന പേരാണ് എന്ത്? ഫ്ലൂറസെന്റ് ലാംപ്സ്. So gaseous discharge lamps എന്താണ്? There are two types. First is normal discharge lamp and the second one is fluorescent lamp. Fluorescent material നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? It is phosphorus. Okay, ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. അപ്പോ എന്താണ് ചോദ്യം? If candela power is 45, candela is the unit of എന്താണ്? It is luminous intensity അല്ലേ? luminous intensity. And luminous intensity എന്തായിരുന്നു? It was lumen by solid angle അല്ലേ? അപ്പോൾ നമുക്ക് എന്തായിരുന്നു? candela is equal to lumen per steradian. Okay, we know this. ഇവിടെ എന്താണ് ചോദ്യം? ഇവിടെ candela ഉണ്ട്, 45 candela. Then how much flux will be emitted by this source? So flux means lumen. Lumen is candela into steradian. അപ്പോൾ ഇവിടെ എത്ര സ്റ്റെറേഡിയൻ ഉണ്ട്? ഈ ഏതൊരു ബൾബും ഫ്ലക്സ് ഏതെല്ലാം ഡയറക്ഷനിലാണ് എമിറ്റ് ചെയ്യുക? എല്ലാ ഡയറക്ഷനിലും എമിറ്റ് ചെയ്യൂലേ. ഒരു സ്ഫിയർ എടുത്താൽ
ആ സ്ഫിയറിന്റെ എല്ലാ ഡയറക്ഷനിലും ഫ്ലക്സ് എമിറ്റ് ചെയ്യും. സോ എല്ലാ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ സോളിഡ് ആംഗിളിന്റെ മാക്സിമം വാല്യൂ എത്രയാണ്? ഇറ്റ് ഈസ് 4π. സോ ഫ്ലക്സ് വിൽ ബി 45 into 4π. So answer will be approximately 565 lumens. So answer will be option A, 565 lumens. Okay. നമ്മൾ എല്ലാം നോക്കി, ബേസിക് ഇതിന്റെ ഡെഫിനേഷൻസ് നോക്കി. ഇത് വെച്ചിട്ട് ഒരു ചോദ്യം വരാം, ഓർ യൂണിറ്റ് വെച്ചിട്ട് ചോദ്യം വരാം. ഞാൻ പറഞ്ഞ രീതിയിൽ ഓർത്ത് ആണെങ്കിൽ അവരെങ്ങനെ മറിച്ചും തിരിച്ചും ചോദിച്ചാലും യു വിൽ ബി ഏബിൾ ടു ആൻസർ ഇറ്റ്. ഓക്കെ. Question number 9. According to IE rules, the maximum load on a light fan subcircuit and the number of outlets should be. എന്താണ് light fan subcircuit ആണെങ്കിൽ it should be maximum 800 watts or 10 points. ഇനി power subcircuit ആണെങ്കിലോ power subcircuit ആണെങ്കിൽ it should be 3000 watts or 2 points maximum. അപ്പോൾ ഇവിടെ correct option will be option D, 800 watts and 10 points. The 10th question is, the cheap and temporary system of internal wiring is. See, ഏതൊക്കെ ടൈപ്പ് വയറിംഗ് ഉണ്ട്? We have cleat wiring അല്ലേ? cleat വയറിംഗിൽ എന്താണ്? ഇതിനെയാണ് പറയുന്നത് cleat. What is this called? It is called cleat. ക്ലീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ വയറിനെ വാളിൽ സ്റ്റഡി ആക്കി വെക്കുന്ന ആ ഒരു വയറിങ്ങിനെയാണ് നമ്മൾ പറയുന്നത് ക്ലീറ്റ് വയറിംഗ്. ദെൻ വി ഹാവ് വുഡൻ കേസിംഗ് ആൻഡ് ക്യാപ്പിംഗ്. കേസിംഗ് ഇൻ ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വി ഹാവ് എ കേസ്. ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാവും. ആ കേസിലൂടെ നമ്മൾ വയർ വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഇതിനെല്ലാം നമ്മളൊരു ക്യാപ്പ് വെച്ചിട്ട് മൂടി വെക്കും. ഇതാണ് കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയറിംഗ് എന്ന് പറയുന്നത്. ഇവിടെ വുഡിന് പകരം വി ക്യാൻ ഓൾസോ യൂസ് ഹിയർ PVC. ഓക്കെ, സോ ദർ ഈസ് ഓൾസോ PVC കേസിംഗ് ആൻഡ് കേപ്പിംഗ് വയറിംഗ്. നെക്സ്റ്റ് എന്താണ് ബാറ്റേൺ വയറിംഗ് അല്ലെ? എന്താണ് ബാറ്റേൺ? സി ഇവിടെ നോക്കുക, ബാറ്റേൺ എന്ന് വെച്ചാൽ ഈ ഒരു ഏറ്റവും ആദ്യം ചുമരിന്റെ മുകളിൽ നമ്മൾ വുഡിന്റെ ഒരു ബാറ്റേൺ വെക്കും. ഈ ഒരു സാധനത്തിനെ പറയുന്ന പേരാണ് ബാറ്റേൺ. അപ്പൊ ഈ ഒരു വുഡിന്റെ ബാറ്റേണിന്റെ പുറത്ത് വയറിനെ കൊണ്ടുപോകുന്ന ഈ ഒരു വയറിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ബാറ്റേൺ വയറിംഗ് എന്ന് പറയാം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് കോൺഡ്യൂട്ട് വയറിംഗ്. നമ്മൾ എല്ലാവരും വീട്ടിൽ യൂസ് ചെയ്യുന്ന കോൺഡ്യൂട്ട് വയറിംഗ്. ഓക്കെ, സോ ഇവിടെ ക്ലീറ്റ് വയറിംഗ് ഈസ് കോൾഡ് ടെമ്പററി വയറിംഗ്. ആൻഡ് ദിസ് വയറിംഗ് ഈസ് ഓൾസോ ദ ചീപ്പസ്റ്റ് ഫോം ഓഫ് വയറിംഗ്. ഓക്കെ, ആൻഡ് കൺസീൽഡ് വയറിംഗ് ആണ് ഏറ്റവും എക്സ്പെൻസീവ് വയറിംഗ്. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം? ദ ചീപ്പ് ആൻഡ് ടെമ്പററി സിസ്റ്റം ഓഫ് ഇന്റേണൽ വയറിംഗ് ഈസ് നോ ഡൗട്ട് ദ ആൻസർ ഈസ് ക്ലീറ്റ് വയറിംഗ്, ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് മോഡ്യൂളിലെ 10 ചോദ്യങ്ങൾ. ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാൻ ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഇത് ഈ സീരീസിലത്തെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഇനി അതിനുള്ള സമയം ഇല്ല, ബാക്കി മോഡ്യൂൾസ് കവർ ചെയ്യാനുള്ള സമയമില്ല. നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചത് 6 മോഡ്യൂളും കവർ ചെയ്യണം എന്നാണ്, പക്ഷെ അതിനുള്ള സമയമില്ല. അത് മാത്രമല്ല, നമ്മൾ ഞാൻ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ദേ ആർ നോട്ട് റാൻഡം ഇൻ നേച്ചർ. സിലബസ് നോക്കി, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കി, ആ ടോപ്പിക്സ് ഒന്ന് ബ്രീഫായി കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനും കുറച്ച് സമയം വേണം. സോ അത്രയും സമയം ഇനി നമ്മളെ എടുത്തില്ല. സോ ദെയർഫോർ ദിസ് വിൽ ബി ദ ലാസ്റ്റ് വീഡിയോ. കഴിഞ്ഞ വീഡിയോസിലെ നിങ്ങളുടെ കമൻറ്റ്സ് ആൻഡ് ഫീഡ്ബാക്സ് എല്ലാം ഞാൻ നോക്കിയിരുന്നു. ഒരുപാട് പോസിറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. I am very thankful to all of you. Okay, so all the best for your sub engineer examination. ഇനി ബിടെക്കുകാർക്ക് വരാൻ ഉള്ള എക്സാമിനേഷൻ ഈസ് ലെക്ചറർ ആൻഡ് AE.
Adinum we can plan something like this if you say. Okay, so thank you all. Thank you very much for your great support. I am very grateful to all of you. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം ഈ വീഡിയോന്റെ താഴെ അറിയിക്കുക. I will come up again with something else. Okay, thank you so much.